നമ്മുടെ ആമസോണിൻ്റെ അലക്സ നോക്കുകയാണെങ്കിലും ആപ്പിളിൻ്റെ സിറി നോക്കുകയാണെങ്കിലും ഗൂഗിളിൻ്റെ ഏത് എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഫോട്ടോ ജനറേഷൻ ആണെങ്കിലും ഇമേജ് റെക്കഗ്നീഷൻ ആണെങ്കിലും വോയിസ് ഡിറ്റക്ഷൻ ആണെങ്കിലും അതുപോലെ ChatGPT ആണെങ്കിലും ഏതൊരു എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു എഐയെ പവർ ചെയ്യുന്നത് ആ ഒരു എഐയുടെ മോഡലാണ്. പക്ഷേ എന്താണ് ഈ മോഡൽ എന്ന് പറയുന്നത്? ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് AI വെച്ചിട്ടുള്ള പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ മുന്നോട്ടുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാനും മടിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു AI എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ആ ഒരു AIയുടെ മോഡലാണ്. ആ ഒരു മോഡലാണ് AIയെ പവർ ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? നമുക്ക് കയ്യിലെടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ചിപ്പാണോ? ശരിക്കും പറഞ്ഞാൽ AI മോഡൽ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു ഡിജിറ്റൽ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് ഒരു മാപ്പിനെ സങ്കല്പിക്കാം. മാപ്പ് എന്ന് പറയുന്നത് ശരിക്കുമുള്ള റോഡോ ശരിക്കുമുള്ള ബിൽഡിങ്ങോ ശരിക്കുമുള്ള ട്രേസോ ഒന്നുമല്ല. ഇതെല്ലാം ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന റിലേറ്റീവ് പൊസിഷൻ കാണിച്ചു തരുന്ന ഒരു പീസ് ഓഫ് പേപ്പറാണ്, അല്ലെങ്കിൽ ഒരു ഡയഗ്രമാണ്. ആ മാപ്പ് നോക്കിയാൽ നമുക്കറിയാം നമ്മളിപ്പോൾ എവിടെയാണെന്നും അതുപോലെ നമുക്കൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാനുള്ള പോസിബിൾ ആയിട്ടുള്ള റൂട്ട്സ് എന്തൊക്കെയാണ്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന റൂട്ട് ഏതാണ്, ഏത് റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ എത്താൻ പറ്റത്തില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് മാപ്പ് എന്ന് പറയുന്ന ഒരു ഗൈഡാണ്, റിയൽ ലൈഫ് വേൾഡിൻ്റെ ഒരു ചെറിയ റെപ്രസെൻറ്റേഷനാണ്. നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഗൈഡ്. അതുപോലെ തന്നെയാണ് ഈ AI മോഡൽ എന്ന് പറയുന്നത്. AI മോഡൽ എന്ന് പറയുന്നത് റിയൽ വേൾഡ് ഡേറ്റ അല്ല. നമ്മൾ കൊടുക്കുന്ന പല ഡേറ്റകളുടെ പാറ്റേൺ പഠിച്ചിട്ട് നമ്മൾ പുതിയൊരു ഡേറ്റ കൊടുക്കുന്ന സമയത്ത് മുമ്പ് പഠിച്ച ഡേറ്റയുടെ പാറ്റേൺസ് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഒരു പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഒരു ലേൺ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് AI മോഡൽ എന്ന് പറയുന്നത്. ഈ AI മോഡലിലേക്ക് നമ്മൾ പല ഡേറ്റ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ട് പാറ്റേൺ പഠിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മോഡൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ഡേറ്റ കൊടുത്ത് മോഡലിനെ പഠിപ്പിക്കാൻ പറ്റുമോ, എത്രത്തോളം പാറ്റേൺ അത് മനസ്സിലാക്കുമോ, അത്രയും ക്ലിയർ ആയിട്ടുള്ള അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ ഒരു മോഡലിന് ഔട്ട്പുട്ടായിട്ട് തരാൻ പറ്റും. ഈ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് മാപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. മാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും, ആ മാപ്പിനകത്ത് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു കർവ് ഉണ്ട്, ഇവിടെ ഒരു പോണ്ട് ഉണ്ട്, അങ്ങനെ എത്രത്തോളം ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും അത്രയും ക്ലാരിറ്റി ആ ഒരു മാപ്പിനുണ്ടാവും. അത്രയും ക്ലിയർ ആയിട്ട് റിയൽ വേൾഡിനെ ആ ഒരു മാപ്പിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് AI മോഡൽ. നമുക്കൊരു എക്സാമ്പിൾ മോഡൽ നോക്കാം. നമുക്ക് ഇമേജ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഇമേജ് റെക്കഗ്നീഷന് വേണ്ടിയിട്ട് ഒരു AI ഉണ്ടെന്ന് വെച്ചോളൂ. സോ ആ ഒരു AIക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഹാർട്ടായിട്ട് ഒരു AI മോഡൽ ഉണ്ടാവും അല്ലേ? ആ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് അതിനധികം ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ആ ഒരു AI മോഡലിലേക്ക് നമ്മൾ ലേബൽ ചെയ്ത ഒരു സെറ്റ് ഡേറ്റ കൊടുക്കും. എന്ന് വെച്ചാൽ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ലേബൽ വെച്ചിട്ട് കുറേ പൂച്ചകളുടെ പടങ്ങൾ ആ ഒരു AI മോഡലിലേക്ക് ഫീഡ് ചെയ്യും. അതുപോലെ തന്നെ ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പക്ഷികളുടെ പടങ്ങൾ ആ ഒരു AI മോഡലിലേക്ക് ഫീഡ് ചെയ്യും. സോ ഈ ഇൻഫർമേഷൻ ഈ ഒരു AI മോഡൽ നല്ലപോലെ പഠിക്കും എന്ന് വെച്ചാൽ ഈ പൂച്ചയെയും ബേർഡ്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നല്ലപോലെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലേബൽ ഇല്ലാത്ത പൂച്ചയുടെയോ അല്ലെങ്കിൽ പക്ഷിയുടെയോ പടം കൊടുക്കുകയാണെങ്കിൽ അവൻ അതിൻ്റെ ഔട്ട്പുട്ടിൽ പറയും ഇത് പൂച്ചയാണോ പക്ഷിയാണോ എന്നത്. സോ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഇമേജ് റെക്കഗ്നിഷൻ AIയുടെ ഹാർട്ടായ അതിൻ്റെ മോഡലാണ്. ഇനി നമുക്ക് AI എങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട.